ഹായ് സ്റ്റുഡൻസ്, IT ഗൈഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഡിസൈൻ ഫാക്ടറി. ഈ ചാപ്റ്ററിൽ നമ്മൾ പുതിയതായിട്ടൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇങ്ക്സ്കേപ്പ്. ഈ ഇങ്ക്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് ഈ വെക്റ്റർ ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ? മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് രൂപങ്ങളും രേഖകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വെക്റ്റർ ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ. ഇങ്ങനെ നിർമ്മിക്കുന്ന ഇമേജുകളുടെയൊക്കെ വലിപ്പം മാറ്റിയാലും അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ലോഗോ, പോസ്റ്റർ, ബ്രോഷർ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഷോ ആപ്ലിക്കേഷൻസ് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ആക്ടിവിറ്റീസിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈപ്പ് ടു സെർച്ച് എന്നുള്ളിടത്ത് ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇതുപോലെ ഒരു ഐക്കണൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മളത് ന്യൂ ഡോക്യുമെൻ്റ് കൊടുക്കുക. ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് വർക്ക് സ്പേസ്. നമ്മൾ പോസ്റ്ററും ബ്രോഷറും ഒക്കെ നിർമ്മിക്കുന്നത് ഈ ഒരു വർക്ക് സ്പേസിലാണ്. ഇനി നമ്മളോട് ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് ടൂളാണ്. ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് ടൂൾ, അല്ലെങ്കിൽ കീബോർഡിൽ 6 പ്രസ് ചെയ്യുക. ഈ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുക. ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കളറ്, ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കളറ് ഒരു യെല്ലോ കളറും അതിൻ്റെ ബോർഡർ ഒരു മെറൂണുമാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് യെല്ലോ കളർ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ താഴെ നോക്കി അറിയാം, ഫില്ല് എന്നുള്ളിടത്ത് യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ബോർഡർ കൊടുക്കണം. ബോർഡറിന് പറയുന്ന വേറൊരു പേരാണ് സ്ട്രോക്ക്. ഇവിടെ താഴെ കാണുന്നുണ്ട് സ്ട്രോക്ക്. സ്ട്രോക്ക് കൊടുക്കാൻ വേണ്ടി കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. ഇപ്പം മെറൂൺ കളർ സെലക്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ സ്ട്രോക്ക് എന്നുള്ളിടത്ത് ഒരു മെറൂൺ കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന് ഈ റെക്റ്റാങ്കിളിന് കളർ കൊടുക്കുന്നതും സ്ട്രോക്കിന് കളർ കൊടുക്കുന്നതും. ഈ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ എടുക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളതിന് ആ ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് F ഇതെടുക്കുക. ഷിഫ്റ്റ് കൺട്രോൾ F പ്രസ് ചെയ്യാം. ഇതെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്ട്രോക്ക് സ്റ്റൈലുണ്ട്. ഈ സ്ട്രോക്ക് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വിഡ്ത്ത് ഉണ്ട്. ഈ വിഡ്ത്ത് നമ്മുടെ ആവശ്യമനുസരിച്ച് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനൊരു സെലക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും ഒന്നുകൂടി ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഈ സ്ട്രോക്ക് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഈ സ്ട്രോക്ക് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻഡു മാർക്ക് കണ്ടോ, ഇടതുവശത്ത് താഴെയായിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഇൻഡു മാർക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡർ പോയി കിട്ടും. കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഇൻഡു മാർക്ക്, ഇടതുവശത്ത് താഴെയായിട്ടുള്ള ഇൻഡു മാർക്ക് പ്രസ് ചെയ്യുവാണെങ്കിൽ ആ സ്ട്രോക്ക് മുഴുവൻ പോയി കിട്ടും. ഇനി ഈ ഒരു കളർ മുഴുവൻ വേണ്ട, ഈ ഒരു കളറിന് പകരം നമുക്ക് വൈറ്റ് കളർ അല്ലെങ്കിൽ കളർ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കീബോർഡിൽ ഒരു കീയും പ്രസ് ചെയ്യേണ്ട,
ഈ ഇൻറ്റു മാർക്ക് ഇടതുവശത്ത് താഴെയായിട്ടുള്ള ഇൻറ്റു മാർക്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ കളറും മാറിക്കിട്ടും. ഇനി നമ്മളോട് ടെക്സ്റ്റിലൊരു പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു പോസ്റ്ററാണ് നമ്മളോട് നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് ആദ്യം തന്നെ നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വിഡ്ത്ത് 300 mm ഹൈറ്റ് 350 mm ആയിട്ട് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്, മിക്കവാറും എക്സാമിനൊക്കെ ഷോർട്ട് കട്ട് കീ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കുക. ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഡി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ ഈ വിഡ്ത്ത് എന്നുള്ളിടത്ത് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പോലെ 300 കൊടുക്കുക, ഹൈറ്റ് എന്നുള്ളിടത്ത് 350 കൊടുക്കുക. യൂണിറ്റ്സ് ആണ്, അപ്പോൾ അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തില്ല. എന്നിട്ട് കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്ത് വിടുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് നമ്മൾ ആദ്യം കണ്ട ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് ടൂൾ എടുക്കുക. എന്നിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് ഈ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഈ പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പേജിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളോട് ആ പറഞ്ഞിരിക്കുന്ന പേജിൻ്റെ സൈസിനനുസരിച്ചുള്ള വിഡ്ത്ത് തന്നെ നമ്മൾ ഇത് ഇവിടെ ഈ മേളിലായിട്ട് ഇവിടെ കൊടുക്കുക. ഇവിടെ വിഡ്ത്ത് എന്നുള്ളിടത്ത് 300 കൊടുക്കുക. ഇവിടെ ഹൈറ്റ് ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ സൈസിനനുസരിച്ചൊന്ന് വലിച്ചിടുവാണ്. ഇനി നമ്മുടെ പേജിനനുസരിച്ച് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ എക്സ് വൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ എക്സ് എന്നുള്ളിടത്ത് 0 കൊടുക്കുക, വൈ എന്നുള്ളിടത്തും 0 കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ആ പേജിൻ്റെ സൈസിലേക്ക് വന്നു നിന്നോളും. ഇനി ഇതിൻ്റെ വലിപ്പം ഇത്രയും ആയി കിടക്കുന്നതുകൊണ്ട് നമുക്ക് പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കീബോർഡിലെ മൈനസ് കീ ഒന്ന് പ്രസ് ചെയ്യുക. കീബോർഡിലെ മൈനസ് കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കണ്ടോ, കീബോർഡിലെ മൈനസ് കീ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും, ഈ പോസ്റ്ററിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് കാണാൻ പറ്റും. ഇനി വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ കീബോർഡിലെ പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് സേ നോ ടു വാർ ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്നൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണം. ആദ്യം നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. കളർ ഒരു ആഷ് ഷെയ്ഡ് പോലൊരു കളറാണ്. ഞാൻ ഇവിടെ നിന്നൊരു കളർ സെലക്ട് ചെയ്യുന്നു. ഇതുപോലൊരു കളറാണ്. ഇനി ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യാൻ വേണ്ടി ടൂളിൽ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്നൊരു ടൂളുണ്ട്, അല്ലെങ്കിൽ കീബോർഡിൽ ടി പ്രസ് ചെയ്താലും മതി. ആ ടൂൾ എടുക്കുക. എന്നിട്ട് എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക. ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നോക്കുക, സേ നോ ടു വാർ. അപ്പോൾ ആദ്യം സേ നോ എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റാത്തത്. നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ അതിൻ്റെ സൈസും സ്റ്റൈലും
കളറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഒരു 64 ആക്കി. പിന്നെ ടെക്സ്റ്റിൽ പറഞ്ഞതനുസരിച്ച് ഒരു കളർ ഇത് ഏറ്റവും താഴെ ഇതിലിങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കളറുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്നൊരു കളറ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ബോൾഡാക്കി. പിന്നെ ഇതിൻ്റെ സ്റ്റൈല് വേണേൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സ്റ്റൈൽ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒന്നെണ്ണം ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഉബുണ്ടുവോ ഉബുണ്ടു കണ്ടൻസ്ഡോ ഉബുണ്ടു മോണോയോ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഉബുണ്ടു സെലക്ട് ചെയ്യുന്നു. സേ നോ എന്ന് കാണിക്കുന്നു. അതൊരു ഭംഗിയിൽ വന്നു. ഇനി അതിൻ്റെ സൈസ് കുറച്ചുകൂടെ നമുക്ക് കൂട്ടണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, അതിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. 72 ആക്കി കൊടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 90, ഇപ്പോൾ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്താണെങ്കിലും കൊടുക്കാം. ഞാൻ അതിൻ്റെ സൈസ് 90 എന്ന് കൊടുത്തു. ഇനി ബാക്കി സേ നോ ടു വാർ എന്നുണ്ട്. ഈ ടു എന്നുള്ളത് നമ്മൾ തൽക്കാലം ഇപ്പം ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന വാർ എന്നുള്ളതാണ്. ഇതും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. വാർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ അതുപോലെ തന്നെ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ കളറ് യെല്ലോ കളറാണ്. യെല്ലോ കളർ സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് 144 കൊടുത്തു. അതിനെ ബോൾഡാക്കി. ഇവിടെയും ഞാൻ ഉബുണ്ടു ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റൈല് ഉബുണ്ടു കൊടുത്തു. ഇനി ഇതിങ്ങനെ അടുത്തടുത്താണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ വെച്ച് ജസ്റ്റ് നമുക്ക് ഇതിനിങ്ങനെ മൂവ് ചെയ്തൊക്കെ വെക്കാം. പിന്നെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനെ നമുക്ക് ഇങ്ങനെ അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയൊക്കെ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. ഇനി അടുത്തത് ഈ 2 എന്നുള്ളതാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം 2 എന്നുള്ളത് ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ കിടക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടുന്ന് ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയേഴ്സ് ടൂൾ എടുത്ത് ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ കളറ് ബ്ലൂ കളറാണ്. കളർ അവിടെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലാണ് 2 എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ക്രിയേറ്റ് ആൻഡ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ടൂൾ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തു 2 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഈ 2 എന്നുള്ളതിൻ്റെ കളറ് വൈറ്റ് കളറാണ്. ഇതിനെ സെലക്ട് ചെയ്തു. ഇവിടെ നിന്നൊരു വൈറ്റ് കളർ സെലക്ട് ചെയ്തു. അതിനെ വേണമെങ്കിൽ നമുക്ക് ബോൾഡ് ആക്കാം. അതിൻ്റെ സൈസും വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. അത്രയും വേണ്ട, 36, 32. ഇവിടെ സെലക്ട് ചെയ്യുന്ന സ്റ്റൈല് ഉബുണ്ടു കണ്ടൻസറാണ്. ഇതെടുത്തു. എന്നിട്ട് ആ 2 എന്നുള്ളതിനെ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് വേണ്ടി നമുക്ക് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ എടുത്തു. ഇതിനെ ഇങ്ങനെ സെൻറ്ററിലേക്ക് ഇതിങ്ങനെ സെൻറ്ററിലേക്ക് കൊടുത്തു. എന്നിട്ട് ആ 2വിൻ്റെ സൈസ് കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ്. വീണ്ടും അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെയാണ് നമുക്ക് ഓഗസ്റ്റ് 6 എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് മുമ്പും അതിന് ശേഷവും കുറച്ച് ഡോട്ടുകളുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എടുക്കുക. ജസ്റ്റ് ഇവിടെ ഒന്ന്
ക്ലിക്ക് ചെയ്യുക. കുറച്ച് ഡോട്ടുകൾ കൊടുത്തു. അതിനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വൈറ്റ് കളർ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന ടൂൾ എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഓഗസ്റ്റ് 6 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ കളറ് യെല്ലോ കളറാണ്. എന്ത് ചെയ്യണം, അതിനെ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്തു, യെല്ലോ കളർ കൊടുത്തു. അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എടുക്കുന്നത് ഉബുണ്ടു കണ്ടൻസ്ഡ് എന്നൊരു സ്റ്റൈലാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 6 എന്നിവിടെ വന്നു. അതിന് ശേഷം വീണ്ടും ഇതിന് ശേഷം കുറച്ച് ഡോട്ടുകളുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഡോട്ടുകൾ കൊടുത്തു. ഇതിനും നമ്മൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി വീണ്ടും നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹിരോഷിമ ഡേ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിനു വേണ്ടി വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തു. ഇവിടെ ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഹിരോഷിമ ഡേ എന്ന് ടൈപ്പ് ചെയ്തു. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തു. അത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ കൊടുത്തു. അതിന് ശേഷം ഇവിടെ ഞാൻ ഉബുണ്ടു കണ്ടൻസ്ഡ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉബുണ്ടു കണ്ടൻസ്ഡ് കൊടുത്തു. അതിൻ്റെ സൈസ് കൂട്ടി കൊടുത്തു. ഓക്കെ, ഇനി ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി നമ്മുടെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ എടുത്തു. സേ നോ ടു വാർ ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ മേളിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് വേണം. അപ്പോൾ നമുക്കിതിനെ മുഴുവനായിട്ട് ഈ താഴേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളിതിനെ ഓരോന്നിനെയും മാറ്റുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് ടൂൾ എടുത്തിട്ട് ഈ പുറത്ത് നിന്ന് ഇങ്ങനെയൊന്ന് ഇതിനെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യുക. പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+G പ്രസ് ചെയ്യുക. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഗ്രൂപ്പായിട്ടുണ്ട്. എന്നിട്ട് അതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നമുക്കിതുപോലെ മാറ്റി വെക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഫയലിൽ ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഓപ്ഷൻ എടുക്കാം. സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഓപ്ഷൻ എടുക്കാം. ഞാനിപ്പോൾ സേവ് ആസ് ഓപ്ഷൻ എടുക്കുന്നു.
അവിടുന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സേവ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് വർക്ക്സ് 10ലാണ്. അപ്പോൾ സ്റ്റുഡൻസ് വർക്ക്സ് 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഡ്രോയിങ് ഡോട്ട് എസ് വി ജി നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഡ്രോയിങ് ഡോട്ട് എസ് വി ജി എന്നോ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഞാനിവിടെ പോസ്റ്റർ എന്നൊരു പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റർ ഡോട്ട് എസ് വി ജി ഫയലായിട്ടാണ് ഇത് സേവായി കിടക്കുന്നത്, സേവ് ആവുന്നത്. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.